എന്താ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇങ്ങി തരൂ, ഞാൻ വാർക്കാം. വേണ്ട, കുട്ടിയെ പുറത്തു പോയിരുന്നുള്ളൂ, ഞാൻ ചെയ്തോ. സാരമില്ല, എനിക്കിഷ്ടം ഇതൊക്കെ ചെയ്യാൻ. സൂക്ഷിക്കണം. കൂട്ടാൻ വറുത്തരച്ച് വെക്കുന്നതോ വെറുതെ വെക്കുന്നതോ ഇഷ്ടം? മായമ്മയ്ക്ക് ഏതാണോ ഇഷ്ടം അത് തന്നെ. എന്നാ വറുത്തരച്ച് വെക്കാം, അതിനാ സ്വാദ്. ഇതൊക്കെ ആരാ കുട്ടിയെ പഠിപ്പിച്ചേ? അമ്മ. 10-12 വയസ്സിനുള്ളിലോ? അമ്മ എല്ലാ അടുക്കളപ്പണി എന്നെ പഠിപ്പിച്ചിരുന്നു. ഇല്ലത്തുള്ളപ്പോ അവിടുത്തെ പണിയെല്ലാം ഞാനാ ചെയ്തിരുന്നേ. മായമ്മ ഇങ്ങോട്ട് പോന്നേ പിന്നെ ഇല്ലത്ത് ആരാ? അച്ഛമ്പങ്ങളുണ്ട്, പാവം. അവർക്ക് വയ്യാണ്ടായ അന്തപുരത്തിന്ന് അടുക്കളയിൽ കയറി മതിയാവൂ. ആര്? അച്ഛന്റെ പുതിയ വേളി, അല്ലാണ്ടാരാ? ഇല്ലത്തെ പിന്നുള്ള വിശേഷങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കുട്ടി. അത്താഴത്തിന്റെ പാചകം പൊടിപൂരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സദ്യവട്ടം തന്നെ ഉണ്ടല്ലോ. ഒക്കെ മായമ്മയുടെ വെപ്പാണ്. എന്നെ കൊണ്ട് ഒരു വസ്തു ചെയ്യിച്ചില്ലേ കുട്ടി? എരിവും പുളിയൊക്കെ പാകാണോന്ന് നിശ്ചയില്ല. ഒക്കെ പാകാ. ഇരിക്കൂ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ രണ്ടാളുടെയും കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല കുട്ടി. ആദ്യം ഞാൻ കഴിക്കുക, എന്നൊരു ടീച്ചർ, പിന്നെ വേറൊരാള്, ഒക്കെ ഒരുമിച്ചാ. അതാ ഇവിടെ പതിവ്. കുട്ടി ഇരിക്കൂ. വേണ്ട, എനിക്ക് പിന്നെ മതി. മായമ്മയെ പറഞ്ഞതനുസരിക്കണം. മാഷൊക്കെ പ്രഷറുള്ളതാ. എപ്പോഴാ ദേഷ്യം പൊട്ടുവരികയെന്ന് അറിയില്ല. അതിന്റെ ഇട കൂടെ എന്നെ ഒന്ന് വെച്ചു ഇല്ലേ ടീച്ചറേ? ഇരിക്കൂ കുട്ടി. ടീച്ചറേ, വിളമ്പ. അല്ല, ഇന്ന് പുകയൂത്തൊക്കെ ഉണ്ടല്ലോ. ഹാവൂ, ഭക്ഷണം എത്ര വാരി കഴിച്ചതെന്ന് വല്ല തിട്ടമുണ്ടോ? ദഹനക്കേട് വരാതിരുന്നാ മതി. അതിനല്ലേ ഇവൻ ദഹനത്തിന് ഒന്നാന്തരം. അതെ, അസാധ്യ കൈപുണ്യം ഉണ്ട് കേട്ടോ ആ കുട്ടിക്ക്. അത് പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. പിന്നെ നല്ല പെരുമാറ്റവും നല്ല പ്രകൃതവും. നങ്ങയമ്മയുടെ മകളല്ലേ, അങ്ങനെ ആവാണ്ടിരിക്കുവോ? നങ്ങമ്മയുടെ മോളാച്ചാലും ആ മരങ്ങോടൻ നമ്പൂരുടെ ആ വിത്ത് അത് മറക്കണ്ട. പതുക്കെ. ആരാ അത്? ഞാനാ, മായ. കുട്ടി നേരത്തെ എണീറ്റോ? കുളിയൊക്കെ കഴിഞ്ഞല്ലോ. കാലത്ത് പതിവാ, 5 മണിക്ക് എഴുന്നേക്കും. എന്താ കാപ്പി? കുളിക്കാതെയോ? എനിക്കൊന്നും വേണ്ടപ്പാ. അതെ, ടീച്ചറുടെ കുളിദേവാരം കഴിഞ്ഞിട്ട് ഇവിടെ കാപ്പി എന്നൊരു സാധനം കിട്ടാറുള്ളൂ. കുട്ടി ചെയ്ത് ഏതായാലും നന്നായി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു ഗ്ലാസ് ചൂട് കാപ്പി കിട്ടുക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊരു പ്രത്യേക ഉഷാറാ. ടീച്ചർക്ക് അത് മനസ്സിലാവില്ല. നല്ല അസല് കാപ്പി മാഷേ, ടീച്ചർ ഉണ്ടാക്കാറുള്ള പോലെ തന്നെ. വർത്തമാനം പറഞ്ഞോണ്ടിരുന്നാലേ മായമ്മയ്ക്ക് ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസാ. തുറക്കട്ടെ. മാഷ് വേണം ഈ കുട്ടിയെ കോളേജിൽ കൊണ്ടുവന്നാക്കാൻ. പറഞ്ഞ പോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ. ഞാനിപ്പോഴേ റെഡി. ഇന്നലെ
ചെറുക്കമല്ലോ അമ്മാവോ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വയസ്സുകാലത്ത് ഇങ്ങനെ ദിവസവും കൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ചെല്ലടാ ചെല്ല ചെല്ലടാ ചെല്ല. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് 10-35 കൊല്ലം മേച്ചോണ്ട് കിടന്നവനാ ഞാൻ. മര്യാദക്കിരുന്ന് വല്ലതും പഠിക്കാനുള്ളതിന് പകരം ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിലൊക്കെ ഒഴിഞ്ഞു മാറി. പ്രിൻസിപ്പൾ അതിനെ പറ്റി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. മാഷേ, ഓക്കെ കാണാം. രാമുണ്ണി മാഷല്ലേ? അതെ. നമസ്കാരം മാഷെ. നമസ്കാരം. മാഷക്ക് എന്നെ മനസ്സിലായോ? കണ്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞാ ചിലപ്പോ അറിയും. പള്ളിക്കര സ്കൂളില് 6ൽ 2 വർഷം തോറ്റപ്പോ അപ്പച്ചൻ വന്ന് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് മാറ്റിയില്ലേ ഒരു ജോസഫ്? ഓ, ജോസഫ്. തല്ലുകൊള്ളി ജോസഫ്. വള്ളിക്കളസോ വിട്ട് മൂക്കളെ ഒലിപ്പിച്ച് നീർക്കോലി പോയിരുന്ന ചക്കൻ. നിന്റെ തൊടയിൽ ഇപ്പോഴും കാണണമല്ലോ എന്റെ ചൂരലിന്റെ പാടല്ലേ? ഏതിനാ ചേർന്നത്? ഫസ്റ്റ് BA ലിറ്ററേച്ചറാണ്. ഓ, അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. കേട്ടോ മാഷേ, നമ്മൾ ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. എന്നെ പഠിപ്പിച്ച് എന്റെ കണ്ണു തെളിയിച്ച മാസ്റ്റർ മകളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക അല്ലേ? വരൂ മാഷേ. ഇഷ്ടം മോളാണോന്ന്. എന്നിട്ട് മാഷ് എന്ത് ആ, എത്തിയില്ലോ അധ്യക്ഷൻ. എല്ലാരെക്കാളും മുമ്പേ എത്താറുള്ള മേൻ എന്താ ഇന്നിത്ര വൈകിയത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? എന്തേ? ഞാനും പുലർച്ചയ്ക്കേ അറിഞ്ഞുള്ളൂ. ഓടിപ്പിടിച്ച് അവിടെ ചെന്ന് പറ്റിയപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു. എന്താ കാര്യം തെളിച്ചു പറയാ എന്റെ മേന്നെ. നമ്മുടെ പരമേശ്വരൻ നായര് ഇന്നലെ രാത്രി അമ്മയ്ക്ക് അച്ഛന് പേടിയായിരുന്നു എന്നാ തോന്നിയിട്ടുള്ളത്. ഒന്നും പറയുമായിരുന്നില്ല എന്നോട്. ഞാൻ കുട്ടിയല്ലേ. ദിവസവും രാത്രി അമ്മ ആരും കേൾക്കാണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയും. ആ തേങ്ങൽ കേട്ട എന്നും ഞാൻ ഉറങ്ങാറ്. മരിക്കുന്നതിന്റെ തലേന്ന് കൂടി എന്നോട് പിറ്റേന്ന് രാവിലെ കുളക്കടവില് മരിച്ചു കിടക്കണതാ കണ്ടത്. ഒന്നേ നോക്കിയുള്ളൂ. പലരും പലതുമൊക്കെ പറഞ്ഞു. ഏതാ ശരിയെന്നും സത്യം അറിഞ്ഞൂടാ. അറിഞ്ഞിട്ടും എന്താ, അമ്മ പോയില്ലേ. അന്നും അതെ ഇന്നും അതെ. അച്ഛന്റെ നിഴല് കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. കുട്ടിയുടെ അച്ഛൻ തിരുമേനിയെ പോലെ ഒരാളിന്റെ അടുത്തല്ല നങ്ങയമ്മ ചെന്ന് ചേരേണ്ടിയിരുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ പാവം. വിളക്ക് വെച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ വേറെ ഒരു വിഷയവും കിട്ടില്ല രണ്ടാൾക്കും. മരണവും മരിച്ചവരെയും കുറിച്ചുള്ള വർത്താനം നിർത്തുക.
അത്? ഞാനാ മായ. മായ കുട്ടിയാണല്ലോ അത്. എന്താ കുട്ടി? എന്താ? മോളിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു. അയ്യോ, അകത്തേക്ക് വരൂ. വരൂ കുട്ടി. വരൂ. ഇവിടെ കിടന്നോളൂ. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ഇവിടെ കിടന്നോളൂന്നേ. സാരില്ല. മാഷെ, കട്ടില് ലേശം. പുതയ്ക്കണോ? വേണ്ട. സമയം എത്രയായി? ഷോ, ഈ കുട്ടിയെ കാണാനില്ലല്ലോ. നേരം കുറെ ആയി. ദേ, ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട. പതുക്കെ. ഞങ്ങളെ ആകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മായമ്മേ നീയെ. സമയം എത്രയെന്നറിയോ? എന്താ ഇത്ര വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എന്തിന്റെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു കുട്ടിക്ക്? ഇംഗ്ലീഷിന്റെ. ആരാ? ആ പ്രൊഫസർ ജോസഫാ? ആ, അയാളെ ചെയ്യൂ ഇതൊക്കെ. അവനവന്റെ മക്കള് സ്കൂളിലും കോളേജിലും പോയിട്ട് കൃത്യസമയത്ത് മടങ്ങി വരാണ്ടാവുമ്പോ വീട്ടിലിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ വേവലാതി വല്ലതും അവർക്കറിയണോ? പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരാനെങ്ങാനും വൈകിയ വഴിയിലേക്ക് കണ്ണും നട്ട് വെയിലിക്കൽ വന്ന് നിൽക്കുമായിരുന്നു എൻ്റെ അമ്മ. നിങ്ങൾ ഇന്നലെ കടവിൽ കാത്തു നിൽക്കണ കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നത്. ഞാൻ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. മായമ്മ എന്നോട് ചോദിച്ചു കേട്ടോ മാഷ്? എന്തേ? എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. ആ, സത്യം. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എനിക്ക് ചങ്ക് പഠിച്ചു പോയി.
വിളിക്കുമ്പോ എന്നെ എന്താ വിളിക്ക? അച്ഛാന്നോ? വിളിക്കോ? വിളിക്കായിരിക്കില്ലേ?